എത്തുമ്പോൾ കിരൺ, SDP-യുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത് ഈ നിലയിലാണ്. 114 മണ്ഡലങ്ങളിലെ പിന്തുണ തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SDP അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ BJPക്ക് അനായാസമായ ഒരു ജയത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ. കാരണം UDF-ന്റെ അഷ്റഫ് വിജയിച്ചു വരുന്നത് 89ഉം 740ഉം വോട്ടുകൾക്കൊക്കെ ആണെങ്കിൽ ചിത്രത്തിൽ വലിയ മാറ്റമൊന്നും ഇത്തവണയും ഉണ്ടാകുവാനുള്ള സാധ്യത കാണുമായിരുന്നില്ലല്ലോ. അഭിലാഷ്, SDP ഇപ്പോൾ അവർക്ക് കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. കാരണം SDP-യെ പരസ്യമായി പിന്തുണ സ്വീകരിക്കാൻ LDF-ഓ UDF-ഓ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിക്തഫലം അവർ അനുഭവിച്ചതാണ്. അവർ പരസ്യമായി UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് SDP-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നു. ആ ഘട്ടത്തിൽ അവരോട് ചോദിച്ചിട്ടല്ല പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വിലപേശൽ ശേഷിയെല്ലാം നഷ്ടപ്പെട്ട ഒരു നാണംകെട്ട അവസ്ഥ തന്നെയാണ്. ഇക്കുറിയും അവർ അത്തരത്തിൽ രണ്ട് മുന്നണികളോടും വിലപേശുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് ആദ്യം സ്വീകരിച്ചത്. പക്ഷേ മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് അവരിപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി പറയുന്നത് മതസംഘടനകൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് പിൻവാങ്ങിയത് എന്നൊക്കെയാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അഭിലാഷ് ഈ ചോദിച്ച ചോദ്യമാണ്. അവിടെ ഏതെങ്കിലും ഒരു അവിടുത്തെ BJP സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഈ 1000 വോട്ടിൽ താഴെയാണ് കഴിഞ്ഞ തവണ. ഇത്തവണയും ഏകദേശം ഇനി അങ്ങനെയാണെന്ന് കരുതുക. ഇനി ചിലപ്പോൾ അങ്ങനെ അല്ലാതിരിക്കാനും മാറാനും ഒക്കെ തെരഞ്ഞെടുപ്പാണ്, ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ മുൻകാലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേൺ അനുസരിച്ച് 745 വോട്ടിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയും അഷ്റഫും തമ്മിലുണ്ടായിരുന്നത്, ലീഗിൻ്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയും തമ്മിലുണ്ടായിരുന്നത്. അത് 2016 89 വോട്ടിൻ്റെ കെ സുരേന്ദ്രൻ്റെ 89 വോട്ടിൻ്റെ വോട്ട് സുപ്രധാനമായ ആ കേസുമൊക്കെ നമുക്കറിയാം, വോട്ടിൻ്റെ കേസുമൊക്കെ 89 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ചെറിയ വോട്ടുകൾ പോലും, ഈ മുൻ കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറിയ വോട്ടുകൾ പോലും അവിടെ വളരെ നിർണായകമാണ്. വലിയ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അവിടെ 7923 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലാകമാനം UDF വലിയ തരംഗം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ മഞ്ചേശ്വരത്തും അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്ന് കരുതുക. അതിന് ഓരോ വോട്ടിന് വിജയിച്ചാലും വലിയ വോട്ടിന് വിജയിച്ചാലും ഒക്കെ SDP സ്ഥാനാർത്ഥി പിടിച്ചെടുക്കുന്ന വോട്ടിനേക്കാൾ കുറവാണ് ഭൂരിപക്ഷമെങ്കിൽ സ്വാഭാവികമായും, അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്ന ഭൂരിപക്ഷമാണെങ്കിൽ സ്വാഭാവികമായും ഈ ആക്ഷേപം കേൾക്കേണ്ടി വരിക SDP-ക്കാവും. SDP ഇത്രയും കാലം ഉയർത്തിയത് ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് ഉയർത്തി. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുമ്പോഴും SDP-ക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഏക വഴി എന്ന് പറയുന്നത്, അവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുക എന്നുള്ളത് മാത്രമാണ്. ആ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്ന ഒരാളുകൾ സംഘപരിവാറിന് അനുകൂലമായി വോട്ട് ചെയ്തു, വിജയിപ്പിച്ചു എന്ന് കരുതുകയാൽ അവർക്ക് രാഷ്ട്രീയ അസ്തിത്വം അവരുടെ നഷ്ടമാവും. ഇതിൻ്റെ മുഴുവൻ പഴിയും, മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതിന് മുഴുവൻ പഴിയും LDF-നോ UDF-നോ ആയിരിക്കില്ല, അവിടെ കേൾക്കേണ്ടി വരുന്നത് SDP-ക്ക് ആയിരിക്കും. ഇത് SDP-ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഗതികെട്ട ഒരവസ്ഥയിലാണ് SDP ഈ അവിടെ പിന്തുണ പിൻവലിച്ചത്. അതിനുവേണ്ടി അവരിപ്പോൾ പല ന്യായങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് മറ്റൊന്ന്, ഈ SDP-യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ SDP അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മഞ്ചേശ്വരം പോലെ ഒരു മണ്ഡലമല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വിജയത്തിനോ തോൽവിക്കോ ഒന്നും കഴിയുന്ന ഒരു ശക്തിയോ അങ്ങനെ ആ തരത്തിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ അങ്ങനെ ഒരു കാര്യമായ പിന്തുണയൊന്നും SDP-ക്ക് ഒരിക്കലും ഒരു ഘട്ടത്തിലും കേരളത്തിൽ അവർ രൂപം കൊണ്ട ശേഷം ഒരിക്കലും കിട്ടിയിട്ടില്ല. അവർക്ക് പൊതു മാധ്യമങ്ങളിൽ കിട്ടുന്ന പിന്തുണയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വിസിബിലിറ്റി എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു വിസിബിലിറ്റിക്ക് അനുസരിച്ചുള്ള സ്ട്രെങ്ത് അവരെ സംബന്ധിച്ച് എവിടെയുമില്ല. അതാണ് ഞാൻ നേരത്തെ കണക്കുകൾ വായിച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 80 എടുത്ത് മത്സരിച്ചിട്ട് അവർക്ക് ആകെ 1,58,855 വോട്ടാണ് കിട്ടിയത്. 0.9% അവർ. അത് തന്നെ കരുനാഗപ്പള്ളിയിലും മലപ്പുറത്തും വേങ്ങരയിലും അവർ 3ാം സ്ഥാനത്ത് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയ വോട്ടാണ്. ആ മണ്ഡലങ്ങളിലെ ചില പ്രത്യേകത അനുസരിച്ച് അവിടെ SDP-ക്ക് വലിയ ശക്തിയും പ്രാദേശികമായ ചില വികാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയാണ് അവിടെ SDP-ക്ക് വേണ്ടി മത്സരിച്ചത്. അങ്ങനെ ആ 3 മണ്ഡലങ്ങളിലെ വോട്ട്, കരുനാഗപ്പള്ളിയിലെയും മലപ്പുറത്തെയും വേങ്ങരയിലെയും വോട്ടില്ലായിരുന്നുവെങ്കിൽ ഈ 1,58,800 എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് അവർ 50,000-60,000 വോട്ടാണ് ബാക്കി ഈ പറയുന്ന അവർ മത്സരിച്ച 80 ഇടത്തിൽ 77 ഇടത്ത് അവർക്ക് കിട്ടിയത്. അതിന് 2016 നിയമസഭയിലേക്ക് പോയാൽ അവർക്ക് 1,23,243 വോട്ടാണ്. 2014 ലോക്സഭയിൽ മത്സരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, അവരുടെ ഏറ്റവും വലിയ ശക്തി അന്ന് രാജ്യത്താകമാനം സംഘപരിവാർ രാഷ്ട്രീയം ഉയർന്നു വരികയും BJP രാഷ്ട്രീയം ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നു. കേരളത്തിലും എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാത്ത LDF ആണോ UDF ആണോ ഇതിനെ നേരിടാൻ കരുത്തുള്ളത് എന്നുള്ള ഒരു പൊതുചിത്രമൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായെങ്കിൽ പോലും അതിനു മുമ്പ് അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചത്. അന്ന് പോലും അവർക്ക് 2014 കിട്ടിയത് 2,73,847 വോട്ടാണ്. അതാണ് SDP-യെ സംബന്ധിച്ച്. എന്ത് തന്നെയാണെങ്കിലും SDP-യുടെ വോട്ട് ആർക്ക് എന്നത് സംബന്ധിച്ച്
SDP പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷത്തോടക്കം ചോദിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ നിലപാട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു. MA ബേബിയോട് ചോദിക്കുമ്പോൾ SDP-യുമായി ഏതെങ്കിലും നീക്കുപോക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. EP ജയരാജൻ പറഞ്ഞതാകട്ടെ ആരുടെയും വോട്ട് സ്വീകരിക്കും. ഇപ്പോൾ SDP-യിൽ ഉള്ള ആളുകൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതെന്തിനു തള്ളിക്കളയണം എന്നുള്ള നിലയിൽ ഉള്ള പ്രതികരണങ്ങൾ ഒക്കെയാണ് വന്നത്. പക്ഷേ പരസ്യമായി ഈ പിന്തുണ ആർക്ക് എന്ന് SDP-യും ഇനി തീരുമാനിച്ചു പറയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അവരുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തരം പിന്തുണകളും വോട്ട് നേടലും വോട്ട് തള്ളലും കൂടി കേരള രാഷ്ട്രീയം സജീവമായി ഇന്നലകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇനി ഏതാനും ദിവസങ്ങൾ 10 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് എങ്കിൽ പോലും ആ ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.